എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. 2019 ജൂലൈ 21 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണ്. 2 സാക്ഷ്യം ഞാൻ അൾത്താരയിൽ പറഞ്ഞു, ഒരെണ്ണം ഞാൻ എഴുതി കൊടുത്തു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ വീണ്ടും വീണ്ടും ഉയർത്തുന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. 2019 ജൂലൈ 21 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കൃത്യമായിട്ട് 3 മാസം അത് പൂർത്തിയാക്കി ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് ഞാൻ ആഗ്രഹിച്ച ഡേറ്റിൽ, ഞാൻ പ്രാർത്ഥിച്ച ഡേറ്റിൽ തന്നെ അമ്മ എനിക്ക് കോർ ടെക്നിക്കലിൽ തന്നെ ഒരു എൻജിനീയറായിട്ട് തന്നെ ജോലി തന്നു. ഞാൻ അതിൻ്റെ സാക്ഷ്യം പറഞ്ഞു. അവിടെ ഞാൻ 2.5 വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ എനിക്ക് വീണ്ടും ബെറ്ററായിട്ടുള്ള ഒരു സാലറി ഹൈക്കിൽ, ബെറ്ററായിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെൻറ്റിൽ, കമ്പനിയിലൊക്കെ എനിക്ക് വീണ്ടും ഒന്നും കൂടെ എനിക്ക് ജോലിയിൽ അമ്മ ഒരു പ്രൊമോഷൻ തന്നു. അതിൻ്റെ സാക്ഷ്യവും ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം വർക്ക് ഫ്രം ഹോം ഒക്കെ കഴിഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് തിരിച്ചു പോയ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ നിന്ന് ഒത്തിരി അകന്നുപോയി, ഉഴപ്പിപ്പോയി. ഞാൻ പരിശുദ്ധ അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. യാത്രകൾ, ഭക്ഷണങ്ങൾ, കൂട്ടുകാർ, അങ്ങനെ ഞാൻ ഒത്തിരി ഉടമ്പടിയിൽ നിന്നും പ്രാർത്ഥന മുടങ്ങി, ധ്യാനങ്ങൾ മുടങ്ങി. പക്ഷേ ആ സമയവും ഞാൻ വേറൊരു ജോലിക്ക് വേണ്ടി അവിടെ നിന്ന് ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കഴിവിൽ, എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിലൊക്കെ വിശ്വസിച്ച് ഞാൻ മുമ്പോട്ട് പോയി. അവിടെ 2.5 വർഷം ആ 2ാമത്തെ കമ്പനിയിലും ജോലി ചെയ്തതിന് ശേഷം ഞാൻ വേറൊരു ജോലി നോക്കി. എനിക്ക് ആ ജോലി ലഭിക്കുകയും ചെയ്തു. ആ ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ HR മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇതൊരു ലേറ്റ് നൈറ്റ് വർക്ക് ഉണ്ടാവും, ക്ലൈൻറ്റ് കോൾസ് ഉണ്ടാവും, അങ്ങനത്തെ ഒരു ജോലിയാണെന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇനിയും ഞാൻ കൂടുതൽ ഉടമ്പടിയിൽ നിന്ന് ഉഴപ്പിപ്പോവും. പ്രാർത്ഥന ഞാൻ എങ്ങനെ ചൊല്ലും? ഒരുപാട് ലേറ്റ് നൈറ്റ് വർക്ക് കഴിഞ്ഞ് രാവിലെ 5:30 എഴുന്നേറ്റ്. പക്ഷേ വീണ്ടും ഞാൻ പ്രാർത്ഥന അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച ജോലിയായിട്ട് തന്നെ മുമ്പോട്ട് പോയി. ഞാൻ ഓഫർ സ്വീകരിച്ചു. അവിടുന്ന് എനിക്ക് പിന്നെ സഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു. ഒട്ടും വർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വർക്ക് അറ്റ്മോസ്ഫിയർ, ഒട്ടും സപ്പോർട്ടിങ് അല്ലാത്ത കൊളീഗ്സ്, ഒരുപാട് മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന മാനേജേഴ്സ്. അങ്ങനെ അവിടെ ഞാൻ 1 വർഷം 9 മാസം ജോലി ചെയ്തു. എൻ്റെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ അത് ഒരുപാട് ബാധിച്ചു, ഫിസിക്കൽ ഹെൽത്തിനെ ബാധിച്ചു. എൻ്റെ ഉറക്കം, ഭക്ഷണം ഒന്നും ശരിയാവാതെ ഞാൻ ഒരു ദിവസം ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ തല കറങ്ങി വീണു. എൻ്റെ കയ്യിൽ ചെറിയൊരു ഫ്രാക്ചർ വന്ന് ഞാൻ ലീവിൽ പോയി 1 മാസത്തേക്ക്. പക്ഷേ ആ സമയമായപ്പോഴത്തേനും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ഉടമ്പടി വീണ്ടും ഞാൻ കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി. പ്രാർത്ഥനകൾ കൃത്യമായിട്ട് ചൊല്ലാൻ തുടങ്ങി. ബൈബിൾ 1/2 മണിക്കൂർ വായിക്കാൻ തുടങ്ങി. ധ്യാനങ്ങൾ മുടങ്ങാതെ കൂടാൻ തുടങ്ങി. ഈ സമയം ഞാൻ ലീവിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഒരു കൊളീഗ് വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു ഇമ്മീഡിയറ്റ് ജോയിനറായിട്ടുള്ള ഒരു വേക്കൻസി ഉണ്ട്, ആ ഇൻ്റർവ്യൂ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറയുകയും ചെയ്തു. ഈ സമയം ഞാൻ ലീവിലായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഞാനൊരു ദിവസം ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴാണ് എന്നെ HR വിളിച്ച് ഇൻ്റർവ്യൂ കൺഫേം ചെയ്തത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ഡിസ്കഷനായിരുന്നു എനിക്ക് ഫസ്റ്റ് റൗണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇത് ഉടമ്പടിയിൽ നിന്ന് ഇനിയും വീണ്ടും അകന്നു പോകുന്ന പോലത്തെ വർക്ക് അറ്റ്മോസ്ഫിയറിലേക്കാണ് എനിക്ക് ജോലി തരണ്ട. ഉടമ്പടിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു ജോലിയാണെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതിയെന്ന് ഞാൻ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഫസ്റ്റ് റൗണ്ട് ഞാൻ പാസ്സായി. സെക്കൻഡ് റൗണ്ട് ഫേസ് ടു ഫേസ് ആയിരുന്നു. ഞാൻ ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് തന്നെ ഒരു വേളാങ്കണ്ണി മാതാ കപ്പേളയുണ്ട്. ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂവിന് മുമ്പ് മുട്ടുകുത്തി നിന്ന് കൊന്ത ചൊല്ലി പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴും എനിക്ക് ജോലി തരണേന്നല്ല പ്രാർത്ഥിച്ചത്, ഇത് ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് പാലിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു ജോലിയാണെങ്കിൽ മാത്രം ഇതെനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അതൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ലീഡ് എൻജിനീയർ ആയിട്ടുള്ള ഒരു വേക്കൻസി ആയിരുന്നു. ഞാൻ ആ 2ാമത്തെ ഇൻ്റർവ്യൂവും പാസ്സായി. സാധാരണ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ കുറവാണ്, കോൺഫിഡൻസ് ഇല്ല എന്നുള്ള റിമാർക്സ് കിട്ടാറുണ്ട്. പക്ഷേ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവാണ്, പക്ഷേ എനിക്ക് പകരം അമ്മ സംസാരിക്കണം, എനിക്ക് പകരം അമ്മ അവരോട് ആൻസർ പറയണം എന്ന് പറഞ്ഞു. ഞാൻ നന്നായിട്ട് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ജോലി എനിക്ക് ലഭിച്ചു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ദിവസം തന്നെ, മാർച്ച് 31 എന്ന് പറയുന്ന ദിവസം തന്നെ HR വിളിച്ച് എനിക്ക് ജോലി കൺഫേം ആയി എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് തന്നെ എൻ്റെ പഴയ കമ്പനിയിൽ നിന്ന് ഞാൻ ലീവിൽ പോയതുകൊണ്ട് തന്നെ ആ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് വിളിച്ച് പറഞ്ഞു. ആ നഷ്ടപ്പെട്ട സമയം തന്നെ എനിക്ക് അമ്മ വേറൊരു ജോലി എൻ്റെ കയ്യിൽ തന്നെ അനുഗ്രഹിച്ചു. വചനം ഏശയ്യ 45:2-3 പോലെ, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ഈ വചനം പോലെ തന്നെ എനിക്ക് മുൻപേ ഈശോ പോയി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് ജോലി ലഭിച്ചത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ കുറവുകളൊന്നും അവിടെ ഹൈലൈറ്റഡ് ആയില്ല.
അവർക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിനറെ വേണമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഞാൻ എത്ര സാലറി ഹൈക്കാണോ അമ്മയോട് ചോദിച്ചത് ആ സാലറി ഹൈക്കിൽ തന്നെ 76% എൻ്റെ കറണ്ട് സാലറിയിൽ നിന്ന് 76% കൂടുതൽ സാലറിയിലാണ് ഇപ്പം ഞാൻ തിങ്കളാഴ്ച ഏപ്രിൽ 20 അവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്താണോ അമ്മയോട് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചപ്പോൾ ഞാനതിൽ എഴുതിയത് അതെല്ലാം അമ്മ എനിക്ക് അതുപോലെ തന്നെ ചെയ്തു തന്നു. എൻ്റെ അർഹതയില്ല, എൻ്റെ ഉടമ്പടി ഒരുപാട് ഉഴപ്പിയത്, ഇതൊന്നും അമ്മ കരുതിയില്ല. നീ അവിശ്വസ്തയാണെങ്കിലും ദൈവം വിശ്വസ്തനായിരിക്കുന്നു. ജോസഫ് അച്ഛൻ എപ്പോഴും നീ അനത്തി പറയുന്നത് പോലെ അതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് എൻ്റെ ഈ സാക്ഷ്യം. ഇത്രയും വീണ്ടും വീണ്ടും ഉടമ്പടി സാക്ഷ്യത്തിലേക്ക് എന്നെ വീണ്ടും വീണ്ടും ഉയർത്തുന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഉടമ്പടി ഉഴപ്പിയതിന് ഞാൻ ഒരുപാട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്കും എല്ലാം ഒരുപാട് രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനും ഞാൻ പരിശുദ്ധ അമ്മയോടും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു.